മറ്റ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതാണ് വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഷോക്കേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്തെ മിഥുൻ്റെ ആ ചിത ഒടുങ്ങിയിട്ടില്ല, ആ തീ കെട്ടിട്ടില്ല. പക്ഷെ അതിന് മുൻപ് തന്നെ എന്താണോ നമ്മുടെ നാട്ടിൽ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത്, ഇനി ഇങ്ങനെ ഒരു വാർത്ത പറയാൻ കഴിയല്ലേ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്, തൊട്ടടുത്ത ദിവസം തന്നെ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാടാണ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത്. അതും പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പനയമുട്ടൻ സ്വദേശി അക്ഷയാണ് മരണപ്പെട്ടത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. ചിരിയും കളിയുമായിക്കാണ് വന്നവർ. നല്ല ചിരിയും കളിയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരെയായിരുന്നു. അപ്പോൾ വന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഈ പള്ളിയുടെ അവിടെ വരാനായി ഏറിപ്പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ വരാൻ 1 മിനിറ്റും വേണ്ട. അതിന് മുമ്പ് ഇവിടെ എത്തും. ഭയങ്കരമായ ഒരു ശബ്ദവും കേട്ട് 2-3 വിളിയും കേട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിടേ ഇന്നപോലെ ഇപ്പം പോയ വണ്ടി അപ്പുറത്തെങ്ങാണം വണ്ടി തട്ടിക്കൊണ്ട് ഇല്ല എന്നുള്ളത് നോക്കിയപ്പോൾ പോസ്റ്റ് ഭയങ്കര കുലുക്കം, വീട്ടടയ്ക്കണ പോസ്റ്റൊക്കെ ഭയങ്കര കുലുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞ് വണ്ടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. സംഭവം ഇവരിവിടെ വന്ന് കയറിയത് ഇവിടെ നിന്ന് ഒടിയതും പോസ്റ്റിൽ ഒടിഞ്ഞതിൻ്റെ പുറത്ത് വീഴുന്നത്, പോസ്റ്റ് കൂടി ഒടിഞ്ഞ് തന്നെ അങ്ങ് വിടുന്നു. നമ്മളിവിടെ വന്നാൽ ഒരു മനുഷ്യനും ഇല്ല, ഇവർ 2, നമ്മൾ 3, അവന്മാർ 3, 6 പേരുകളായിരുന്നു. അതിൽ ഒരാൾ അപ്പോഴും തന്നെ കറണ്ട് അടിച്ചതിന് അപ്പോഴും തന്നെ മരിച്ചു തന്നെ ഇരിക്കുകയാണ് വണ്ടിക്കകത്ത്. വിവരങ്ങളുമായി അർജുൻ രാജ് ഉണ്ട് എനിക്കിപ്പം. അർജുൻ, ഇപ്പോൾ അർജുൻ അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ എന്താണ് സാഹചര്യം? സേതു, അപകടത്തിന്റെ ഒരു സാധ്യത പറയുകയാണെങ്കിൽ ഇന്നലെ 12 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ അക്ഷയ് ഉൾപ്പെടെ 3 പേരടങ്ങുന്ന സംഘം ബൈക്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഈ കാണുന്ന ഈ മരച്ചില്ല അത് ഒടിഞ്ഞ് ആ കൊമ്പ് ഈ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. ആ കൊമ്പ് ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ തട്ടി ആ ലൈൻ കമ്പി പോസ്റ്റോട് കൂടി താഴത്തേക്ക് വീണു. ഈ പോസ്റ്റ് നേരെ ഈ വൈദ്യുതി കമ്പി അടക്കം താഴേക്ക് വീഴുകയാണ് ചെയ്തത്. ഈ സമയത്താണ് ഈ കുട്ടികൾ ഇതുവഴി കടന്നുപോയത്. ആ ഘട്ടത്തിൽ അക്ഷയ് ആണ് വണ്ടി ഓടിച്ചിരുന്നത്. അക്ഷയുടെ ഭാഗത്തേക്ക് ഈ വൈദ്യുതി കമ്പി വീഴുകയാണ് ഉണ്ടായത്. അക്ഷയ് അങ്ങനെയാണ് മരിച്ചത്. അതായത് ഈ മരക്കൊമ്പ് പൊട്ടി വൈദ്യുതി കമ്പിയുടെ മുകളിലേക്ക് വീണു. വൈദ്യുതി കമ്പി പോസ്റ്റ് അടക്കം താഴത്തേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അത്ര ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ പഴക്കം ചെന്ന വൈദ്യുതി പോസ്റ്റാണ് ഉണ്ടായിരുന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും നാട്ടുകാരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പം ചേരും. എങ്ങനെയാണ്, എന്താണ് സാഹചര്യത്തിൽ ഇപ്പൊ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ഇന്നലെ രാത്രി ഒരു 12:30 സംഭവിച്ചിരിക്കുന്നത്. ഈ പയ്യന്മാർ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴി ഇപ്പൊ ഈ ലൈൻ പൊട്ടി റോഡിൽ കിടക്കുകയും അവരറിയാതെ വന്ന് കയറുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മൊത്തം 3 പേരുണ്ടായിരുന്നു. ഈ കാണുന്ന ചില്ല നേരെ പോസ്റ്റ് ആ സൈഡിൽ നിന്ന് പോസ്റ്റിലേക്ക് വീഴുകയും ആ പോസ്റ്റ് കാലപ്പുറം പോസ്റ്റാണിത്. അപ്പൊ അതിലേക്ക് വീഴുകയാണ് ചെയ്തത്. പഴകിയ പോസ്റ്റാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ പയ്യൻ അറിയാതെ വണ്ടി ഓടിച്ച് കയറുകയാണ് ചെയ്തത്. 3 പേര്, ഒരാൾ 2 പേർ രക്ഷപ്പെടുകയും ചെയ്തു. വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ അക്ഷയാണ് മരണപ്പെട്ടത്. മറ്റുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പരിക്കെന്തെങ്കിലും ഇല്ല, പരിക്കുകളൊന്നുമില്ല. അവരെല്ലാം സേഫാണ്, വേറെ വിഷയങ്ങളൊന്നും അവർക്കില്ല. അങ്ങനെയാണ് ഈ അപകടത്തിന്റെ ഒരു സാഹചര്യം പറയുന്നത്. അതായത് വൈദ്യുതി കമ്പി പൊട്ടി മരക്കൊമ്പ് പൊട്ടി എന്നുള്ളതാണ് സമീപപ്രദേശത്ത് ഒത്തിരി മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽപ്പുണ്ട്. അപ്പൊ ഈ KSEBയോട് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ മരങ്ങൾ ഈ പോസ്റ്റ്, ഈ മരങ്ങളുടെ ചില്ലകൾ മുറിക്കാനോ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള മരങ്ങൾ അവിടെ ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ അവിടുത്തെ നാട്ടുകാരൊക്കെ? സേതു, അത് വളരെ രസകരമാണ്. കാരണം ഈ ഇത്തരം പോസ്റ്റുകൾ, അതായത് അപകടകരമായിട്ടുള്ള മരങ്ങൾ ഒക്കെ വെട്ടിമാറ്റണമെന്ന് മുൻപ് എത്ര വട്ടം ഉള്ള അറിയിപ്പുകളാണെന്ന് നമുക്ക് അറിയാം. കാരണം ഈ ഒരു മഴക്കാലത്തിനൊക്കെ മുൻപ് ഇത് പൂർണ്ണമായും വെട്ടിമാറ്റണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതുപോലെ അപകടകരമായിട്ടുള്ള രീതിയിൽ വൈദ്യുതി കമ്പികൾ നിൽക്കുന്നത്. അതായത് മരച്ചില്ലകളൊക്കെ റോഡിലേക്കായി നിൽക്കുന്നു, അതിന് ചേർന്ന് വൈദ്യുതി കമ്പികളുണ്ട്. ഇതൊക്കെ എപ്പോൾ വീണമെങ്കിലും പൊട്ടി വീഴാവുന്ന സാഹചര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതി കമ്പിയിലേക്ക് മരം പൊട്ടി വീണു. അങ്ങനെയാണെങ്കിൽ പോലും അപകടത്തിന് വേണമെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാം. പക്ഷേ അത്ര ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ പഴകിയ ഒരു പോസ്റ്റ് കൂടിയാണെങ്കിലാണ് ഇത്തരത്തിൽ വലിയ അപകടങ്ങളിലേക്ക് പോകുന്നത്. ഈ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര പഴക്കം ചെന്ന ഒരു പോസ്റ്റാണ്. ആ ചില്ല പൊട്ടി വീണ ഘട്ടത്തിൽ തന്നെ അത് പൊട്ടി, ഈ പോസ്റ്റ് അടക്കം പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അത്രയും ശോഷിച്ച അല്ലെങ്കിൽ പഴക്കം ചെന്ന എത്രയോ വർഷം കഴിഞ്ഞ ഒരു പോസ്റ്റ്
പോസ്റ്റാണ് ഈ പൊട്ടി കിടക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇതിനിടയാക്കിയത് ഈ ഒരു റബ്ബർ മരത്തിന്റെ ചില്ല വൈദ്യുതി കമ്പിയുടെ മുകളിലേക്ക് പൊട്ടി വീണതാണ്. ആ പൊട്ടി വീണ ആഘാതത്തിൽ ഈ പോസ്റ്റ് അടക്കം പൊട്ടി വീഴുന്നു എന്നുള്ളതാണ് അപകടത്തിന്റെ ഒരു തീവ്രത വർദ്ധിപ്പിച്ചത്. എന്തായാലും 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ അക്ഷയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. മറ്റു കുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ളത് എന്തായാലും ആശ്വാസകരമാണ്. അതേസമയത്ത് തന്നെ 19 വയസ്സുള്ള ഒരു കുട്ടിക്ക് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ മിഥുന്റെ ഒക്കെ കഥ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും അതിന് സമാനമായിട്ടുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സമയത്ത് ചേട്ടനാണ് ഇവിടെ ഓടി വന്നത്. നമ്മള് അവിടെ ഇറച്ചി വിട്ടുണ്ടായിരുന്നു, കല്യാണ പരിപാടി ഇരുന്നത്. അപ്പോൾ ഇവര് വന്നൊരു 2 സെക്കൻഡ് എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് ഇവിടെ വരാൻ 2 സെക്കൻഡ് ഒരു ഭയങ്കരമായ ഒരു ശബ്ദവും 2 വിളിയും കേട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ വരില്ല. അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു സുഹൃത്ത് ഇവര് 3 പേരും കൂടെ വരുന്ന മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് കാറിൽ പോയുള്ളൂ. അവന് ഫാമിലിയായി നമ്മളെ വീട്ടിടയിൽ വന്ന് കാര്യം സംസാരിച്ചിരിക്കണം. അവർ പോയത് സജ്ജാന്ന് പറയും. അവൻ പോയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിന്റെ ബാക്കിൽ നിന്ന് വരുന്നത്. ഇവര് നമ്മളവിടെ നല്ല ചിരിയും കാര്യങ്ങളുമായി തേരി കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പയ്യെ സ്ലോവിലാണ് വന്നത്. എന്റെ ആ വളവിൽ നിന്ന് ഇവിടെ വരാൻ ഒരു 2 സെക്കൻഡ് ബൈക്കിൽ ഒരു ഭയങ്കരമായ ഒരു ശബ്ദവും കേട്ട് 2 വിളിയും കേട്ട് അപ്പോൾ തന്നെ നമ്മൾ റോഡിൽ ഇറങ്ങിയ പോസ്റ്റൊക്കെ ഭയങ്കര കുലുക്കം. അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഇവിടെ വന്നപ്പോൾ 2 പേര് ചാടി അപ്പുറത്തേക്കുന്നുണ്ട്. ഒരാൾ വണ്ടിയിൽ തന്നെ അപ്പോഴും തന്നെ ആള് മരിച്ചു. നമ്മൾ വന്നപ്പോഴാണ് മേലേക്കാണ് കമ്പി വിടുന്നതായിരിക്കും. ബൈക്ക് ഓടിച്ചോളൂ, അതാണ് ശബ്ദം കേട്ടത്. അപ്പൊ 2 പേര് അതിൽ ഒരാളിങ്ങനെ തലയെ കൈ വെച്ചുകൊണ്ടിരിക്കണം, ഷോക്കേറ്റ് നിൽക്കുകയാണ്, ബോധമില്ലാതെ. അപ്പൊ ഇവൻ തള്ളി അതിനകത്ത് കയറ്റി. എന്നേക്ക് ഇവന്റെ ഉടുപ്പിനെ ഊരി രണ്ടാമത്തെ ആളിനെ വിളിച്ച കയറ്റി വണ്ടിക്കകത്ത് ഇരിക്കുകയായിരുന്നു. കാല് പോയിരുന്നാണ്, ചെരുപ്പിരിക്കുന്നുണ്ട്. അപ്പം ഉടുത്തിരുന്ന മുണ്ട് കാലി കെട്ടി, കുരുക്കിട്ട് കാലി കെട്ടി, ആ ഉടുപ്പിട്ട് കയ്യിലും കുരുക്കിട്ട് കെട്ടിയാണ് വലിച്ചിറങ്ങി പള്ളിയിൽ നിന്ന് മാറ്റെടുത്ത് ഇവിടെ വെച്ച് കിടത്തി നല്ല രീതിയിൽ നോക്കി. അപ്പൊ നല്ല എല്ലാം തണുത്തു പോയി. അപ്പൊ പിന്നെ അപ്പോൾ തന്നെ ഈ പുള്ളി ആംബുലൻസിൽ നിന്ന് വിളിച്ചേക്ക് 2-3 ആംബുലൻസിനെ വിളിച്ചു, ഒന്നും വന്നില്ല. കലാമെന്ന് പറഞ്ഞ പാർട്ടിയെ പോയി വിളിച്ച് വണ്ടി എടുപ്പിച്ച് വണ്ടി കയറ്റി പനൂര് ചെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജ് നെടുമങ്ങാട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ ഇവിടെ നിന്ന് പോയപ്പോഴേ മരിച്ചുപോയി. അവിടുത്തെ ആംബുലൻസ് തന്നെ പിന്നെ നെടുമങ്ങാട്ട് പോയപ്പോൾ മഴയോ അങ്ങനെ എന്തെങ്കിലും മഴയൊന്നുമില്ലായിരുന്നു. മഴ ഒന്നുമില്ലായിരുന്നു. ചെറിയ ചാറ്റ മഴ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ മഴയൊന്നുമില്ല. പോസ്റ്റ് കാണുമ്പോൾ അത് കുറെ പഴക്കം ചെന്ന് പോസ്റ്റ് പഴക്കമുള്ള പോസ്റ്റാണ്. പോസ്റ്റ് പഴക്കമുള്ള പോസ്റ്റാണ്. ഇവിടെ ഇതൊരു തയ്ക്കാവാണ്. ഇവിടെ ഈ മരങ്ങൾ വെട്ടി അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. മരം വെട്ടിന്റെ കാര്യം നേരത്തെ വിട്ടുവരുന്നു, ഇലക്ട്രിസിറ്റിക്കാർ വിട്ടുവരുന്നു. അപ്പൊ അവരിൽ എന്നുള്ള പറഞ്ഞപ്പോൾ അവർക്കൊരു പരിധി ഉണ്ട്, അതിൽ കൂടുതൽ അവർ വെട്ടൂലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓണറെ പറഞ്ഞ് അത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സംഭവം നടന്നപ്പോ ഇന്നലെ രാത്രി 1 മണിക്ക് നമ്മൾ മുതലാളിയെ വിളിച്ചു വരുത്തി. ഈ പുരയിടത്തിന്റെ ഓണറെ വിളിച്ചു ഇവിടെ വരുത്തിക്ക് പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയേക്കൊള്ളെന്ന് പറഞ്ഞു. KCB-കാരൊക്കെ വന്നു. KCB-കാർ അപ്പോഴേ തന്നെ വന്നു, അരമണിക്കൂറിനകത്ത് എത്തി. പുള്ളിക്കാരനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഇതിൽ കറണ്ടുണ്ട്, ലൈറ്റ് കത്തി കിടപ്പുണ്ട്, പോസ്റ്റിൽ എല്ലാം ഉണ്ട്. റോഡിലൊന്നും നിൽക്കാൻ ഒക്കൂല കണ്ടീഷനിൽ. 12:45 മണിക്കൊക്കെ ഈ റോഡിൽ നിൽക്കാൻ ഒക്കൂല, കറണ്ട് കിടക്കുകയാണ്. അപ്പൊ പിന്നെ KCB-കാർ വന്നാണ് താഴെ തോട്ടുമുക്കിലാണ് ട്രാൻസ്ഫോമർ അവിടെ പോയാൽ ഓഫ് ചെയ്തേക്കും കയറിയത്. സേതു, അങ്ങനെയാണ്. എന്തായാലും ഇതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കൃത്യസമയത്ത് വെട്ടിമാറ്റണം, പോസ്റ്റുകൾ അപകട രീതിയിലുള്ളത് മാറ്റണം എന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്ന ഘട്ടത്തിൽ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. ഈ മരച്ചില്ല പൊട്ടി വീണാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുള്ളത്. ആ ചില്ല പൊട്ടിയ ഘട്ടത്തിൽ തന്നെ വൈദ്യുതി കമ്പി ഒന്നാകെ താഴേക്ക് വീഴുന്നു. ആ പോസ്റ്റ് അടക്കം പൊട്ടി ആണ് അപകടമുണ്ടായത്. ആ അപകടത്തിലാണ് ഈ 19 വയസ്സുള്ള അക്ഷയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ശരി അർജുൻ, ശരി. കഷ്ടമാണ് ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. വീണ്ടും തുടരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ആരുടെ വീഴ്ചയെന്നൊക്കെ പറഞ്ഞാലും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന 19-കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.